ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമാണോ? നമ്മളിവിടെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളോടൊക്കെ ഒരു ചോദ്യം, എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എൻ്റെ മക്കളും എല്ലാവരോടായ ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? നിസ്സാര ചോദ്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ള ചോദ്യത്തിന് എത്ര പേര് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഇവൾക്ക് എന്താ ഭ്രാന്താന്ന് ചോദിക്കുക. ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് മറുപടി പറയോ. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ലോകത്തിലുള്ള മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതൊരു യഥാർത്ഥ സത്യമാണ്. ആ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അതായത് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കണ്ട ദുനിയാവും, അതായത് എന്തൊക്കെ നമ്മളെ മുന്നിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് സന്തോഷപൂർവ്വം കാണാൻ പറ്റുള്ളൂ. മക്കള്, കുടുംബം, അതുപോലെ ഈ പ്രകൃതിയിലെ പല കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്, അല്ലേ? ബൈബിളിൽ പറഞ്ഞതുപോലെ നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാ പറയാം. അതിൽ ആദ്യത്തെ പാട്ട് നമ്മൾ എന്താ ചെയ്യുക? ശ്രദ്ധിക്കൊന്നുമില്ല, അല്ലേ? അയൽക്കാരനെ സ്നേഹിച്ചാലും നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ നിന്നെപ്പോലെ നിൻ്റെ അയൽവാസിയെയും സ്നേഹിക്കുക. അതിൽ ആ പറഞ്ഞ സത്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ അവനവൻ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ ലോകം തന്നെ നമുക്ക് ഭംഗിയുള്ളതാകാൻ നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പണ്ട് ബുദ്ധൻ്റെ കാലത്ത് ബുദ്ധൻ്റെ അടുത്ത് വന്ന് ഒരാൾ പറയുന്നുണ്ട്, ബുദ്ധ, മനസ്സിന് ഭയങ്കര ടെൻഷന്, ഒരു സമാധാനവും ഇല്ല, എങ്ങനെ ആലോചിച്ചാലും ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ബുദ്ധൻ അയാളുടെ കയ്യിൽ ഒരു പൊതി കൊടുത്തിട്ട് പറഞ്ഞു. അയാൾ അത് തുറന്നു നോക്കി. അപ്പോൾ എന്താണ്? തുറന്നു നോക്കാൻ പറഞ്ഞപ്പോൾ അത് തുറന്നു നോക്കിയപ്പം അതിൽ കുറച്ച് ഉപ്പാണ്. ബുദ്ധൻ അയാളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടി കൊടുത്തു. എന്നിട്ട് ആ ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കാനായിട്ട് അയാളോട് പറഞ്ഞു. എന്തായിരിക്കും സ്വാഭാവികമായിട്ട് അയാൾ കരുതുക, എനിക്കൊരു സമാധാനം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴിയാവും, എന്തെങ്കിലും ഒരു മരുന്നാവും. അതായത് ഇങ്ങനെയാണല്ലോ നമുക്ക് അതായത് നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ആളുകൾ നമുക്കത് തരുമ്പോൾ ഒരു ശമനം കിട്ടാനാവും എന്ന് കരുതി മൂപ്പരത് കുടിക്കാൻ ശ്രമിച്ചെങ്കിലും നമുക്കത് ഊഹിക്കാം. ഉപ്പ് രസം നമുക്കൊരിക്കലും അമിതമായാൽ കയ്പ്പാണോ എന്നറിയാതെ നമുക്കത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ബുദ്ധൻ അയാളെ തോളിൽ തട്ടിയിട്ട് മെല്ലെ കൂട്ടിക്കൊണ്ട് അടുത്ത നമ്മളൊരു കുളക്കടവിൻ്റെ അവിടെ പോയിട്ട് പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് കൊടുത്തു. കുറച്ച് ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ആ കുളത്തിലിടാൻ പറഞ്ഞു, കലക്കാൻ പറഞ്ഞു. കലക്കിയിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാൻ പറഞ്ഞപ്പോൾ അയാൾക്കൊന്നും തോന്നിയില്ല. അയാളത് കുടിച്ചു. കാരണം ഉപ്പിൻ്റെ ഒന്നും അതിലില്ല. എന്ന പോലെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സ് എന്ന് അയാളോട് പറഞ്ഞു. അതായത് വെള്ളത്തിൻ്റെ അളവ് കൂടിയപ്പോൾ നമുക്കത് കയ്പൊന്നും ഇല്ലാണ്ട് നമ്മളത് കുടിച്ചു. നേരത്തെ തന്ന അളവിൽ ഉപ്പിൻ്റെ ഒരു മാറ്റമില്ല. പക്ഷേ എന്താണ്? വെള്ളം കൂടിപ്പോയത് കൊണ്ടാണ് നമുക്കതിൻ്റെ രുചി അറിയാൻ പറ്റിയില്ല. മനുഷ്യൻ്റെ മനസ്സും ഇതുപോലെ തന്നെയാണ്. ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കാം, അല്ലാതെ അത് തനിയെ ഉണ്ടാവുന്നത് ഒന്നല്ല. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എന്താണ്? ഈ ഹാപ്പിനെസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വെള്ളത്തിനെ പോലെ തന്നെ നമ്മളെ മനസ്സിനെ നമ്മൾ വലുതാക്കാൻ പറ്റും. ഹാപ്പിനെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? വഴിയിൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പണ്ടേ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു. കുട്ടികളൊക്കെ കിട്ടുന്ന പല രാജ്യങ്ങളും പറഞ്ഞു. പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അതൊന്നും അല്ല. ആഫ്രിക്കയിലെ സ്വർണ്ണഖനികളോ അറേബ്യയിലെ എണ്ണപ്പാടങ്ങളോ ഒന്നും അല്ല. മറിച്ച് എന്താണെന്നറിയോ? നമ്മളാരും വിചാരിക്കാത്ത ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ശ്മശാനങ്ങളാണെന്നാണ് ആ ഗുരു പറഞ്ഞു കൊടുത്തത്. അവിടെ എന്തൊക്കെയാണ്? എഴുതപ്പെടാത്ത എത്ര കവിതകൾ, പറയാതെ പോയ എത്ര സ്നേഹബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ,
ചേർത്ത് പിടിക്കാതെ പോയ എത്ര എത്ര ആലിംഗനങ്ങൾ ആണ് അവിടെ കിടക്കുന്നത്. നടപ്പിലാക്കാൻ പറ്റാത്ത എത്ര പദ്ധതികൾ, സഫലമാകാതെ പോയ എത്ര എത്ര സ്വപ്നങ്ങൾ ആ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ. നമ്മളെ മനസ്സിന് നമ്മളൊരു തീരുമാനം എടുക്കുക. എന്ത്, ഈ നിമിഷം, ഇന്നത്തെ ഈ നിമിഷം നമ്മൾ സന്തോഷം കൊണ്ട് ജീവിക്കുക. നാളെ നമ്മളുണ്ടാവുമോ, നാളെ ഈ ലോകം ഉണ്ടാവുമോ, നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന് നമ്മളറിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ ജീവിതത്തിൽ നമ്മൾ സന്തോഷം കണ്ട് നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുന്നതോടുകൂടി നമ്മളെ ജീവിതം ഹാപ്പിനെസ് എവിടെ നിന്നാണ് വരിക എന്നറിയില്ല. ബുദ്ധിമുട്ടുകളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ തരണം ചെയ്ത് ആ ദിവസത്തിനെ നമ്മൾ സ്നേഹിച്ചാൽ നാളത്തെ ദിവസം നമ്മൾ സന്തോഷം നമുക്ക് തേടി തേടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു ഉപദേശമല്ല, നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നൊരു ചോദ്യത്തിന് എനിക്ക് എത്ര ആളുകൾ എനിക്ക് മറുപടി തരുന്നുണ്ട്. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ലോകത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും നമുക്ക് കാണാൻ പറ്റുക, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുക, നമ്മളെ മനസ്സിലെ സങ്കടങ്ങളെ നമ്മൾ മാറ്റി നിർത്താൻ പഠിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഞാൻ ഈ പറഞ്ഞ ചെറിയൊരിത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ.